ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഉച്ചവർക്കൊക്കെ പാസ്സാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ അടുക്കളയിൽ എത്തിയത്. ഒരു 4:30 ആയിട്ടുണ്ടാവും കേട്ടോ എണീറ്റപ്പോൾ. അടുക്കളയിലെത്തി ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമാട്ടോ അടുപ്പത്ത് വെക്കുന്നത്. ഞങ്ങൾ ചോറൊക്കെ ഇങ്ങനെ വിറകടുപ്പിലാണ് വെക്കാറുള്ളത് കേട്ടോ. ഈ വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് ശരിക്കും അറിയുന്നില്ല. അതിന് ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അമ്മ ചായ റെഡിയാക്കിയിരുന്നു കേട്ടോ. ഇതാട്ടോ ഇപ്പം മുറ്റത്തിൻ്റെ അവസ്ഥ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും കാറ്റ് കൂടുതലാകും. അപ്പോൾ ഇതിനേക്കാളും ചപ്പ് ഉണ്ടാകാറുണ്ട് കേട്ടോ. ചോറിന് വെച്ച വെള്ളം തിളച്ച് തുടങ്ങിയിരുന്നു. അതിലേക്ക് അരി ഇടാൻ പോകട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യണത്. അതിനിടയിൽ അച്ഛന് അടുക്കളയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ടിലേക്ക് പോകാൻ റെഡിയാകാമെന്ന് തോന്നണം കേട്ടോ ആ ടൈമിൽ. ഈവനിങ് വ്ലോഗ് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാ കേട്ടോ. വെള്ളം ചൂടായിരുന്നു കേട്ടോ. പിന്നെ അരി നന്നായി കഴുകിയതിന് ശേഷം അരി വെള്ളത്തിലേക്ക് ഇടാൻ പോവാട്ടോ ചെയ്തത്. കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് മാറ്റാട്ടോ ചെയ്തത്. എന്നിട്ടാട്ടോ അരി ഇട്ടത്. പിന്നെ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന വീഡിയോക്ക് വല്ലാണ്ട് ലൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. വല്ലാണ്ട് ക്ലിയറായി കാണുന്നുണ്ടാവില്ല കേട്ടത്. അരി കെട്ടതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിട്ടോ. നല്ല കാറ്റായിരുന്നു കേട്ടോ ആ ടൈമിൽ. ഈ ഈവനിങ് ടൈമിൽ കൂടുതൽ കാറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ കൂടുതൽ ഉണങ്ങിയതുകൊണ്ട് മുറ്റം നിറയെ ഇലകളായിരിക്കും കേട്ടോ. അടിച്ചു വാരാൻ കുറേ ഉണ്ടായിരിക്കും. അപ്പോഴേക്കും വിനീഷേട്ടന് കടയിൽ പോയി വന്നിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവരാൻ. ഇപ്പോൾ നോമ്പ് കാലമൊക്കെ അല്ലേ, എണ്ണക്കടികളൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ. പിന്നെ മീൻ, അയല മീൻ എന്നിട്ടോ കൊണ്ടുവന്നത്. പിന്നെ എണ്ണക്കടികൾ, സമൂസ, കട്ട്ലേറ്റ്, അങ്ങനെ 2-3 ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് വെച്ച ശേഷം ഞാൻ ലച്ചുട്ടിക്ക് വേണ്ടിയിട്ട് ചായ തണുപ്പിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. ചായ തണുപ്പിച്ചതിന് ശേഷം ഞാൻ അവൾക്ക് ചായയും ബിസ്ക്കറ്റും കൊണ്ട് കൊടുക്കാട്ടോ ചെയ്തത്. അവൾക്ക് എണ്ണക്കടികൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസ്ക്കറ്റ് ആട്ടോ കൊടുത്തിരുന്നപ്പോൾ. അതിനിടയിൽ വിനീഷയുടെ ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിക്കാൻ അടുക്കളയിൽ എത്തിയിരുന്നു കേട്ടോ. രാത്രിക്കത്തേക്ക് പയറുപ്പേരി വെക്കാമെന്ന് കരുതിയിട്ട് പയർ കട്ട് ചെയ്യാം കേട്ടോ. വീഡിയോയ്ക്ക് അപ്പുറത്ത് വിനീഷേട്ടൻ ചായ കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോ കാര്യങ്ങളങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന കാര്യമൊന്നുമില്ല, എന്ത് കാര്യമായാലും ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടൈം പോകുമല്ലോ. അങ്ങനെ ഉപ്പേരിക്ക് അരിഞ്ഞതിന് ശേഷം മീൻ കൊണ്ടുവന്നത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിട്ടോ. മീൻ അയില മീനാണെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞതേ ഉണ്ടായിരുന്നു അയില മീനാണ്. ഈ മീനിനെ നിങ്ങളവിടെ എന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറ് റെഡിയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഊറ്റിയാട്ടോ ചെയ്യുന്നത്. കൊട്ടക്കൈല കൊണ്ട് ഊറ്റിയാണേ. അതിനിടയിൽ അമ്മ എന്തോ ആവശ്യത്തിനായി അതിപ്പോൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം ഞാൻ മുറ്റം അടിച്ചു പോരാ കേട്ടോ. ഒന്ന് കൂടുതലായിട്ട് പരന്നിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് അടിച്ചു വരണം. ചിലപ്പോൾ ഇലകളൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോയിൽ അത് ക്ലിയറായി കാണില്ല എന്നുള്ളൂ. മുറ്റത്ത് നല്ല പൊടിയായിരുന്നു. ആദ്യം വെള്ളം തെളിച്ചിട്ടാട്ടോ ഞാൻ അടിച്ചു വരുന്നത്. മുറ്റത്ത് ചാണകം മെഴുകിയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പൊടി കൂടുതലാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടാട്ടോ ഞാൻ അടിച്ചു വാരാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചധികം അടിച്ചു വാരാനുണ്ട് കേട്ടോ. അതിനിടയിൽ എൻ്റെ നാത്തൂൻ്റെ മോൾ അവിടെ എന്തൊക്കെ കുസൃതി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമുള്ള മുറ്റം എങ്ങനെയാണ് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ, അതായത് എൻ്റെ ബ്രദറിലോൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം കേട്ടോ ഇത്. സൂര്യകാന്തിയൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുറേ ഒന്നുമില്ല, കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് ഇവിടെ ചെണ്ടുമല്ലി ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കരിഞ്ഞു പോയിട്ടോ വെയിലായതുകൊണ്ട്. ഇപ്പോൾ ചീര ഉണ്ട്, അതുപോലെ തന്നെ തക്കാളി ഉണ്ട്. തക്കാളി ചെറിയ തൈകളായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മുറ്റത്ത് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ മീൻ ക്ലീൻ ചെയ്യാനാട്ടോ പോയത്.
മീൻ ക്ലീൻ ചെയ്യാനായിട്ട് കുറിഞ്ഞിപ്പൂച്ചയുണ്ട് കേട്ടോ അടുത്തുള്ള. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, അതായത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ മീൻ കഴുകാനാണ് പോയത്. അതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈവനിങ് വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.